ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം
ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൻ്റെ വാതിൽക്കലേക്ക് മനുഷ്യ സാദൃശ്യത്തിലുള്ള ഒരാൾ യെഹെസ്കേലിനെ കൊണ്ടുപോയി നിർത്തി. അവിടെ ദേവാലയത്തിലുണ്ടായിരുന്ന തേജസ് ഇപ്പോൾ ദേവാലയത്തിലില്ല. ദേവാലയത്തിലുണ്ടായിരുന്ന തേജസ് ഇപ്പോൾ വാതിൽക്കലേക്ക് വന്നിരിക്കുന്നു. തേജസ് വിട്ടുവിട്ട് പോകുന്നത് പോലെ പ്രവാചകന് മനസ്സിലായി. തേജസ് മാറി പോകുകയാണ്. ഒരു കാലത്ത് തേജസ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ ദേവാലയത്തിൽ തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ തേജസ് നഷ്ടപ്പെട്ടു, മഹത്വം പോയി. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം എടുക്കാം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ നാം കാണുന്നു, അവിടെ തേജസ് വിട്ടുപോയി, തേജസ് നഷ്ടപ്പെട്ടു പോയി. തേജസ്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. യഹോവയുടെ ആലയത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. ഈഖാബോദ് എന്ന് പേരിട്ടു. വായിക്കാം. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. മോശ മരുഭൂമിയിൽ സമാഗമന കൂടാരം പണിതു. പുറപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ കാണാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, മോശ സമാഗമന കൂടാരം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ ആ അനുഭവം അത് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരുന്ന ആ അനുഭവത്തിൽ നിന്ന് അത് പോയി. വായിക്കാം 34-35 വാക്യങ്ങൾ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിയുക പോലും ചെയ്യാത്ത വിധത്തിൽ തേജസ് നിറഞ്ഞിരിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ തേജസ് നിറഞ്ഞിരിക്കുന്നു. ദൈവാലയത്തിൽ തേജസ് നിറഞ്ഞിരിക്കുന്നു. നിറയെ തേജസ് ലഭിച്ചു. പക്ഷേ ആ തേജസ് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് കരയുന്നത് നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഫീനഹാസിൻ്റെ ഭാര്യ കരയുകയാണ്. അമ്മായപ്പൻ പെട്ടുപോയി, ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടുപോയി, ശത്രുവിൻ്റെ കയ്യിലായിപ്പോയി, ഫെലിസ്തീൻ പെട്ടകം കൊണ്ടുപോയി, വലിയ നഷ്ടം സംഭവിച്ചു പോയി. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ പ്രസവിച്ച കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ഇന്ന് മഹത്വം പോയ അവസ്ഥയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതാണ് കാണുന്നത്. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഇങ്ങനെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മഹത്വം പോയി എന്ന് പറഞ്ഞ ആ ദേവാലയവും സമാഗമന കൂടാരവും കൈമോശം വന്നെങ്കിലും ശലോമോൻ രാജാവിൻ്റെ കാലത്ത് വീണ്ടും ദേവാലയം പണിതു. ശലോമോൻ രാജാവിൻ്റെ കാലത്ത് ദേവാലയം പണിത് അതിൽ ദൈവത്തിൻ്റെ ആലയം മുഴുവൻ നിറഞ്ഞു എന്ന് വായിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് കാണുന്നുണ്ട്. ദേവാലയം നിറഞ്ഞു, മഹത്വം ലഭിച്ചു. മഹത്വം പോയി മഹത്വം തിരികെ വന്നു. പിന്നെയും പോയി മഹത്വം തിരികെ വന്നു. എപ്പോൾ പാവം വരുന്നുവോ ദൈവത്തിൻ്റെ മഹത്വം അവിടെ നിന്ന് മാറിപ്പോകും. ദൈവത്തിൻ്റെ തേജസ് അവിടെ നിന്ന് മാറിപ്പോകും. ജനത്തിൻ്റെ പാവം വന്നപ്പോൾ ദൈവാലയത്തിൽ നിന്ന് തേജസ് മാറിപ്പോയി. ജനത്തിന് പാവം വരുമ്പോൾ ദൈവ തേജസ് മാറിപ്പോകും. സഹോദരങ്ങളെ, അല്പം ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാവം വരുമ്പോൾ നമ്മുടെ സൗന്ദര്യം പക്ഷേ പുറമേ പോവുകയില്ലായിരിക്കാം. നമ്മുടെ നിറമോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റമോ അല്ലെങ്കിൽ പുറമേയുള്ളതായ ഭംഗിയോ മോടിയോ താടിയോ പ്രതാപങ്ങളോ ഒന്നും പോവുകയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ അകത്തെ മഹത്വം പോകും. നമ്മിൽ തേജസ് വിട്ടുപോകും. ഈഖാബോദ്, മഹത്വം പോയി. ഇന്ന് ദയനീയമായൊരു കാര്യം, ഇന്ന് അനേകം ആളുകൾ മഹത്വം പോയവരാണ്. മഹത്വം പോയവർ ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു, ദേവാലയത്തിൽ നിന്ന് മഹത്വം പോകുന്നു. മഹത്വം സഭകളിൽ നിന്ന് പോകുന്നു. സഭകളിൽ നിന്ന് സമുദായങ്ങളിൽ നിന്നും മഹത്വം പോവുകയാണ്. സഹോദരങ്ങളെ, അല്പം ഭയപ്പാടോടെ ചിന്തിക്കേണ്ട കാര്യമാണത്. മഹത്വമില്ല. ഇന്ന് ആരാണ് സഭയെ ഭരിക്കുന്നത്? ആരാണ് സഭയെ നടത്തുന്നത്? മദ്യപാനികൾ, അല്ലെങ്കിൽ കൊള്ളരുതാത്ത ബന്ധം പുലർത്തുന്നവർ, അഴുക്കായ ജീവിതം നയിക്കുന്നവർ, ദ്രവ്യാഗ്രഹികൾ. അതുകൊണ്ടല്ലേ ഇന്ന് വഴക്കുകളും പിണക്കങ്ങളും എല്ലാം സഭകളിലും പള്ളികളിലെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് ഒരു സഭയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അനേകം സഭകൾ ഇന്ന് മഹത്വം പോയ അവസ്ഥയിലാണ്. മഹത്വം പോയിരിക്കുന്നു.
ഒരു കാലത്ത് മഹത്വം ഉണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു. അന്ന് മഹത്വം ഉണ്ടായിരുന്ന കാലത്താണ് പിതാക്കന്മാർ തേജസ്സിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ നിർവഹിച്ച് അനേകം പേര് ക്രിസ്തുവിനെ കണ്ടെത്തിയത്. ആ കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ തന്ന് നമ്മുടെ അനേകം കൂദാശകൾ, ഓരോ കൂദാശകളും നമുക്ക് മഹത്വം പ്രദാനം ചെയ്യുന്നവയായിരുന്നു. മഹത്വം പ്രദാനം ചെയ്യുന്നവ നമ്മുടെ വിശുദ്ധ കുർബാന തന്നെ. ആ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ നിനവയിലോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ എന്ന് പാടിക്കൊണ്ടുപോകുന്നതായ ആ കീർത്തനമാണ് ആദ്യം പാടുന്നത്. പാവബോധമാണ്, കുറ്റബോധം വരികയാണ്. തുടങ്ങുന്നത് കുറ്റബോധത്തോടെയാണ്. കർത്താവേ, ഞങ്ങൾ പാപികളാണ്. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വെളിവില്ല, ഞങ്ങൾക്ക് പ്രകാശമില്ല. വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ നിൻ്റെ പ്രകാശം അയക്കണമേ. സൽക്രിയകൾ ഞങ്ങളിൽ നിന്ന് വരുന്നില്ല, ഞങ്ങൾക്ക് മനഃശുദ്ധിയില്ല. അതുകൊണ്ട് സൽക്രിയകൾക്ക് മനഃശുദ്ധിയാൽ ഞങ്ങൾക്കതിന് ഭാഗ്യം തരണമേ. ഇതൊക്കെയാണ് നാം പാടുന്നത്. ഹാബേലിൻ്റെ കുഞ്ഞാടിൽ നീ പ്രസാദിച്ചല്ലോ, അബ്രഹാമിൻ്റെ വേലിൽ നീ പ്രസാദിച്ചല്ലോ, നോഹയുടെ യാഗത്തിൽ നീ പ്രസാദിച്ചല്ലോ. ഞങ്ങളുടെ ഈ യാഗവും നീ കൈക്കൊള്ളണമേ. ഇതാണ് നാം പ്രാർത്ഥിക്കുന്നത്. മോചനത്തിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ. പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണം. പാപികളെ വരുവീൻ, നിങ്ങൾ യാചിപ്പീൻ. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ കുറ്റബോധം കിട്ടുകയാണ്. കുറ്റബോധത്തോടെ വിശ്വാസികൾ പള്ളിയകത്തേക്ക് വരികയാണ്. വിശ്വാസികൾ പള്ളിയകത്തേക്ക് വരുന്നു. തുടർന്ന് മറ നീക്കിയ ശേഷം നാം ദൈവമേ നീ പരിശുദ്ധനാകും എന്നുള്ളതായി ദൈവത്തെ പ്രകീർത്തിക്കുന്ന മാലാഖമാരുടെ ഗാനത്തോട് ചേർന്ന് നാമം ചേർന്ന് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മാലാഖമാർ പാടുമ്പോൾ വേറെ കൂട്ടമാലാഖമാർ ഏറ്റുപാടുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ വേറെ കൂട്ടമാലാഖമാർ ഏറ്റുപാടുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ പാപികളായി നാം ഇവിടെ താഴെ നിന്നോട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പാവബോധത്തിൽ കൂടി തുടങ്ങി പരിശുദ്ധനായ ദൈവത്തെ കാണുകയാണ്. പരിശുദ്ധനായ ദൈവത്തെ കാണും. തേജസ്, ഒഴിഞ്ഞൊഴിഞ്ഞ് തേജസ് കാണുകയാണ്. ആ തേജസ്സിൽ ലയിച്ചുകൊണ്ട് അപ്പോഴാണ് സ്തേവങ്കലിയൻ വായിക്കുന്നത്. സ്തേവങ്കലിയോൻ അതെന്താണ്? കർത്താവിൻ്റെ സുവിശേഷമാണ്. സുവിശേഷം വായിക്കുന്നു. ആ സുവിശേഷം നാം കേൾക്കുന്നു. സുവിശേഷം കർത്താവിൻ്റെ അത്ഭുത കാര്യങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ, അത്ഭുത വ്യാപാരങ്ങൾ എല്ലാം നാം കേൾക്കുന്നു. തുടർന്ന് നാം ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ നാം അതിലങ്ങ് ലയിച്ചു പോകുന്നു. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് നാം താഴെ നിന്നുകൊണ്ട് പറയും, നിങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനെ ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ക്രൂശാരോഹണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ പുനരാഗമനം. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഗതികൾ നാം ഏറ്റുപറയുന്നു. എല്ലാം അനുഗ്രഹീതമായ മഹത്വത്തിൻ്റെ അനുഭവങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിന്നെ സഭയുടെ പിതാക്കന്മാരെ ഓർക്കുന്നു. മഹത്വമേറിയ അനുഭവമാണ്. എങ്ങനെ? ക്രിസ്തുവിനെ ധരിച്ച പിതാക്കന്മാരെ, ക്രിസ്തുവിനെ ധരിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവിനെ ധരിക്കുക, വസ്ത്രം കൊടുക്കുന്ന പോലെ ക്രിസ്തുവിനെ ധരിച്ച പിതാക്കന്മാർ, ക്രിസ്തുവിനെ ധരിച്ച പരിശുദ്ധന്മാർ, ആ പരിശുദ്ധന്മാരെ ഓർത്തുകൊണ്ട് പിന്നെയും പ്രാർത്ഥനകളും അനുഗ്രഹമായ ശുശ്രൂഷകളും മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, നാം ഇതാ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പിന്നെയും കടന്നു ചെല്ലുന്നു. കന്യമാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നീട് പരിശുദ്ധന്മാരോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നീട് നാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാർത്തുനിധിയെ അനുഗ്രഹീതമായ ആ കുക്കുലിയൻ ഗീതത്തിൽ കൂടി ആചാര്യന്മാരെ ഓർക്കുന്നു. ശുചിയോട് ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ചുള്ളവരെ പാദങ്ങൾ ഉദ്യാനദ്വാരങ്ങൾ പൊക്ക് അവർ എന്നും സ്വർഗത്തിൽ വസിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ അർത്ഥം പറയാൻ നേരമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവസാനം നാം തിരുശരക്തങ്ങൾ എടുത്ത ആഘോഷത്തോടെ പട്ടക്കാരൻ പടിഞ്ഞാറോട് തിരിഞ്ഞ് വരുമ്പോൾ നാം പാടുന്നു, നാം കീർത്തനം പാടുന്നു. സ്തുതി ഉയരങ്ങളിൽ നാഥന് സ്തുതി പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കന്യമാതാവിന് സ്തുതി, മഹത്വമേറിയ സഹോദരന്മാർക്ക് സ്തുതി, കർത്താവായ യേശുവിന് സ്തുതി. എല്ലാവരെയും ആഘോഷത്തോടെ മഹത്വത്തോടെ ആ മഹത്വത്തിൽ പങ്കാളികളായി നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനം നാം തിരുശരക്തങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് അവസാനമായി പാടുകയാണ്. എന്താണ് പാടുന്നത്? തൻ ബലിയാൽ പാവികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാടാം. തൻ ബലിയാൽ പാവികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാലൻ കഷ്ടത മാറ്റൻ നോവൊഴിക്കണമേ. ഗുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ
ചോരയതാലും. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ബലിയാൽ പാവികളെ രക്ഷിച്ച ദൈവസത, നിൻ്റെ ബലിയാൽ എൻ്റെ കഷ്ടതകളെല്ലാം മായ്ച്ചു തരണമേ. എൻ്റെ നോവ്, എൻ്റെ വേദന ഒന്ന് ഒഴിവാക്കി തരണമേ. എൻ കഷ്ടത മാച്ച് എൻ നോവ് ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഉത്തമനെ, വിശുദ്ധമ്പുരാനെ, എൻ്റെ ദാഹം നീക്കണമേ, അന്തർദാഹം മാറ്റണമേ. നിൻ്റെ തിരുവിലാവിനൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ ദാഹം മാറ്റണമേ. എൻ്റെ കഷ്ടത മായ്ക്കണമേ, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ. തേജോമയമായ മഹത്വം വിശുദ്ധ കുർബാനയിൽ കൂടി നാം കൈക്കൊള്ളുകയാണ്, നാം സ്വീകരിക്കുകയാണ്. പക്ഷേ ആ മഹത്വം നമുക്ക് തരുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പട്ടക്കാർ എങ്ങനെയുള്ളവരായിരിക്കണം? മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് ഷമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണിച്ചാരിവരനിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാവേ. സ്തോത്രം. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശമാരെയും ഭൂമിയിൽ കർത്താവ് ഏർപ്പാടാക്കിയത്, കർത്താവ് നിയോഗിച്ചത് എന്തിനാണ്? സഭയിൻ മക്കളെ സ്തുതി എന്ന മേലാട ധരിപ്പിക്കാനാണ്, സ്തുതി അണിയിക്കാനാണ്. സഭയുടെ മക്കളെ സ്തുതി അണിയിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കാര്യം ഗ്രഹിക്കണം. ഇതിൽ അനുഭവിച്ചിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതാണ് പിതാക്കന്മാരുടെ പാരമ്പര്യം. യഥാർത്ഥമായ പാരമ്പര്യം എന്താണ്? പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ മഹത്വം എന്ത് എന്ന് അറിഞ്ഞ് അനുഭവിച്ച പിതാക്കന്മാരുടെ പാരമ്പര്യമാണ് മഹത്വം. ഇന്നോ മഹത്വം പോയി. ഇന്ന് ദേവാലയങ്ങളിൽ മഹത്വമില്ല. ഇന്ന് ദേവാലയങ്ങളിൽ വഴക്കടിക്കുകയാണ്, ദേവാലയങ്ങളിൽ കലഹമാണ്. ഇന്ന് ദേവാലയങ്ങളെല്ലാം ഇന്ന് കലഹത്തിൻ്റെ കൂത്തരങ്ങാണ്, അല്ലേ? ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. എവിടെയും വടംവലിയാണ്. ഞാനോ നീയോ വടംവലിയാണ്. എവിടെയും തർക്കമാണ്, തർക്ക വിതർക്കങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നാം സുബോധത്തോടെ ചിന്തിക്കണം. എന്താണ് സഭയുടെ മഹത്വം? സഭയുടെ മഹത്വം എന്താണ്? ആ മഹത്വം ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ മഹത്വമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ മഹത്വമാണ്. അത് സ്തുതിയിൽ കൂടി ഇറങ്ങി വരുന്ന മഹത്വമാണ്. അത് പരിശുദ്ധാത്മാവ് തരുന്നതായ തേജസ്സിൻ്റെ മഹത്വമാണ്. ആ മഹത്വം നാം ഓരോരുത്തരും അണിയേണ്ടതാണ്. സ്തുതി അണിയേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നാം ഗ്രഹിക്കുമ്പോഴാണ് എൻ്റെ കർത്താവേ, ഞാൻ ഇതുവരെ ഇത് അനുഭവിച്ചില്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. അവിടെ മഹത്വം ഉണ്ടോ ഇല്ലോ എന്നല്ല നാം നോക്കുന്നത്. ഇത് ഞാൻ അനുഭവിച്ചില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മഹത്വം അനുഭവിച്ചില്ലല്ലോ, മഹത്വം പോയല്ലോ. സ്നേഹിതരെ, ഇത് പറയുമ്പോൾ ഞാൻ അല്പം ഖേദത്തോടെ പറയട്ടെ. അനേകം വിശ്വാസികൾ, ഒരു കാലത്ത് ദൈവമഹത്വം അറിഞ്ഞ വിശ്വാസികൾ, ഒരു കാലത്ത് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ച വിശ്വാസികൾ ഇന്ന് മഹത്വം പോയ അവസ്ഥയിലാണ്. തേജസ്സില്ല, തേജസ് പോയി, മഹത്വം പോയി. ഒരു കാലത്ത് സ്തുതിയുടെ തേജസ് അനുഭവിച്ചവരായിരുന്നു. ഒരു കാലത്ത് പ്രാർത്ഥനയിൽ തീയിറങ്ങിയവരായിരുന്നു. സ്തോത്രം. അവർ പ്രാർത്ഥിക്കുമ്പോൾ തീയിറങ്ങുമായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷപ്പെടുമായിരുന്നു. അവർ ദൈവത്തിന് വചനം പറയുമ്പോൾ തീ കത്തുമായിരുന്നു, തീപ്പൊരി ചിതറുമായിരുന്നു. സ്തോത്രം. എന്നാലോ ഇന്ന് മഹത്വം പോയി. സങ്കടപ്പെട്ട് കരയണം. ഫിനെഹാസിൻ്റെ ഭാര്യ സങ്കടപ്പെട്ട് കരഞ്ഞതുപോലെ മഹത്വം പോയി. ഈ ഘാബോധ് മഹത്വം പോയി. നാം നിലവിളിക്കണം, എൻ്റെ കർത്താവേ, മഹത്വം പോയല്ലോ. നാം മറ്റെങ്ങും നോക്കണ്ട. എൻ്റെ മഹത്വം, എന്നിലുണ്ടായിരുന്ന നീ തന്ന മഹത്വം, നീ എന്നിൽ നിക്ഷേപിച്ച മഹത്വം, അത് പോയല്ലോ. എൻ്റെ ഉള്ളത്തിൽ കരുണയോടെ നിക്ഷേപിച്ച മഹത്വം, അത് കൈമോശം വന്നു പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ. എൻ്റെ വിശുദ്ധിയുടെ തേജസ് നഷ്ടപ്പെട്ടു പോയല്ലോ. സത്യസന്ധതയുടെ തേജസ് നഷ്ടപ്പെട്ടു പോയല്ലോ. ഇന്ന് വക്രതയും ചതിവും കളവും സൂത്രവും കൗശലവും എല്ലാം എൻ്റെ സ്വഭാവത്തിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞല്ലോ. എൻ്റെ കർത്താവെ, ദ്രവ്യാഗ്രഹം എൻ്റെ കൂടപ്പുറപ്പായി പോയല്ലോ. കർത്താവെ, സ്വാർത്ഥതയും അഹങ്കാരവും സ്ഥാനമോഹവും എൻ്റെ ജീവിതത്തിൽ വന്നുപോയല്ലോ. മഹത്വം പോയല്ലോ. മഹത്വം തിരികെ കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് മഹത്വം പോയത് യെഹെസ്കേൽ കണ്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 4 ദർശനത്തിൽ കൂടെയും കിട്ടിയ ആകത്തുക ഏതാണ്? മഹത്വം പോയി. യെഹെസ്കേൽ പ്രവാചകന് 4 ദർശനങ്ങൾ ലഭിച്ചു. ആ 4 ദർശനങ്ങളിൽ കൂടെയും ലഭിച്ചതായ ദർശനം ഇതായിരുന്നു: മഹത്വം പോയി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ മഹത്വം മടങ്ങി വരണമേ. ദൈവത്തിന് സ്തോത്രം. മഹത്വം തിരികെ വരണമേ. നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി തരണമേ. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ തരണമേ. നിങ്ങൾ ആഗ്രഹിക്കാമോ? നിങ്ങൾ പ്രാർത്ഥിക്കാമോ? തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും, സംശയിക്കേണ്ട. ഒരു കാലത്ത് ലഭിച്ചിരുന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതെന്തുകൊണ്ടാണത്? ഒരിക്കൽ വീഴ്ചയുടെ പാഠം പഠിച്ചു കഴിഞ്ഞ ദൈവവേദൽ
പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പാഠം പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇരട്ടി ബലത്തോടെ പിന്നെ എഴുന്നേൽക്കുകയാണ്, ഇരട്ടി ശക്തിയോടെ എഴുന്നേൽക്കുകയാണ്. ആത്മീയമായ ബലം കിട്ടുന്നു, ആത്മീയമായ കരുത്ത് കിട്ടുന്നു, ശക്തി കിട്ടുന്നു. സ്നേഹിതരെ, നാം ശക്തിയുള്ളവരായിത്തീരണം, ആത്മീയ ബഹുത്വമുള്ളവരായിത്തീരണം, ആത്മീയ തേജസ്സുള്ളവരായിത്തീരണം, ആത്മീയ ബലമുള്ളവരായിത്തീരണം, ആത്മാവിൽ ബലം. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യെഹെസ്കേൽ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ദർശനങ്ങളുടെ ആകത്തുക എന്താണ്? ദർശനങ്ങളുടെ ആകത്തുക മഹത്വം പോയി എന്നുള്ളതാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് മഹത്വം പോയി, ദൈവാലയത്തിൽ നിന്ന് മഹത്വം പോയി, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് മഹത്വം പോയി. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം തുടർന്ന് കാണുന്നുണ്ട്. അത് വേറെ ദർശനമാണ്. എന്താണെന്നറിയാമോ? അവിടെ കുറേ പേരിരുന്ന് കരയുന്നുണ്ട്, കുറേ പേരിരുന്ന് കരയുന്നുണ്ട്. നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കുറേ പേര് അവരെ ഇരുന്ന് കരയുകയാണ്. എന്താണ്? ഇസ്രായേലിലെ മഹത്വം പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ മഹത്വപൂർണ്ണമായ ദേവാലയം ഇന്ന് തേജസ്സില്ലാത്തതായി പോയല്ലോ, ദേവാലയം ഇന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് എല്ലാ വിധത്തിലും അഴുക്കായിപ്പോയല്ലോ എന്നോർത്ത് അവിടെ ചിലരിരുന്ന് കരയുന്നു. അവിടെ നടക്കുന്ന മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുന്നു. നമുക്ക് വായിക്കാം ആ 4-ാം വാക്യം. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ യെരൂശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളമിടുക എന്ന് കൽപ്പിച്ചു. യെരൂശലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളമിടുക. സഹോദരങ്ങളെ, അടയാളം ലഭിക്കും. എൻ്റെ കർത്താവേ, മഹത്വം പോയല്ലോ, മ്ലേച്ഛത നടമാടുന്നല്ലോ. യെരൂശലേമിൽ ദൈവത്തിൻ്റെ ആലയമുള്ള നഗരത്തിൽ മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുന്നല്ലോ. ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വം പ്രശോഭിച്ചിരുന്ന ദേശത്ത് ഇന്ന് മഹത്വം പോയല്ലോ. അതോർത്ത് നെടുവീർപ്പിട്ട് കരയുകയാണ് ചില പുരുഷന്മാർ. നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാർ അവരുടെ നെറ്റികളിൽ അടയാളമിടുക. ഒരാളെ കർത്താവ് പറഞ്ഞയക്കുകയാണ്. ദൈവം അവനെ പറഞ്ഞയക്കുമ്പോൾ അവൻ്റെ കയ്യിൽ, ആ ദൂതൻ്റെ കയ്യിൽ ഒരു എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുണ്ട്. ആ മഷിക്കുപ്പിയിലുള്ള മഷി എടുക്കാനുള്ള തൂവലുണ്ട്. അവൻ ശണവസ്ത്രം ധരിച്ച 6 പുരുഷന്മാരുടെ ഇടയിൽ കൂടി അവൻ കടന്നു വരികയാണ്. 6 പുരുഷന്മാർ കയ്യിൽ വാളുമായി നടന്നു വരുന്നുണ്ട്. വെട്ടുവാനുള്ള വാള്, ഛേദിച്ച് കളയുവാനുള്ള നാവ്, ന്യായവിധി നടത്തുവാനുള്ള വാള്, ശിക്ഷാവിധി നടത്തുവാനുള്ള വാളുമായി 6 പുരുഷന്മാർ നടന്നു വരുന്നു. അതാണ് യെഹെസ്കേൽ കണ്ടത്, 6 പുരുഷന്മാർ. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടി, ശണവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ, അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരാൾ നടന്നു വരുന്നു. അവനോട് ദൈവം പറയുന്നു, നീ ഈ ശിക്ഷ നടത്തുവാൻ പോകുന്നവരുടെ ഇടയിൽ കൂടി നീ കടന്നു ചെന്ന് യെരൂശലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളമിടുക. നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാർ, മ്ലേച്ഛതയോർ നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. അവർക്ക് അടയാളം കിട്ടി. പറഞ്ഞു, അടയാളം ഉള്ളൊരുത്തിനെയും തൊട്ട് പോകരുത്, വെട്ടിക്കളയാം. എല്ലാവരും വൃദ്ധന്മാരെ വെട്ടാം, ശിശുക്കളെ വെട്ടാം, സ്ത്രീകളെ വെട്ടാം, പുരുഷന്മാരെ വെട്ടാം. എല്ലാവർക്കും ശിക്ഷാവിധി കിട്ടും, ബഹുഭൂരിപക്ഷം പേർക്ക് ശിക്ഷാവിധി. പക്ഷേ അപൂർവം പേർക്ക് അടയാളം കിട്ടുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രം അടയാളം കിട്ടുന്നുണ്ട്. അവരുടെ നെറ്റിയിൽ അടയാളമുണ്ട്. അവരെ വെട്ടരുത്, അവരെ തൊട്ടുപോകരുത്. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം രോമാഞ്ചം കൊള്ളും. ദൈവത്തിന് സ്തോത്രം. വായിക്കാം ആ 4-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. അവനോട് യഹോവ, നീ നഗരത്തിന് നടുവിൽ യെരൂശലേമിന് നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളമിടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയുമരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. ദൈവത്തിന് സ്തോത്രം. അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. അടുത്ത വാക്യം അല്പം പേടിയോടെ വായിക്കണം. അടുത്തതെന്താ? എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. കർത്താവ് പറയുകയാണ്, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ വെട്ടി തുടങ്ങിയോ, എൻ്റെ ആലയത്തിൽ തന്നെ ഈ ശിക്ഷ നടത്തിക്കൊള്ളുവീൻ, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ. സഹോദരങ്ങളെ, ഭയപ്പാടോടെ വായിക്കേണ്ട ഒരു വേദഭാഗമാണിത്. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയാൻ സാധിക്കുന്നുണ്ടോ? ഏതാണ് ഈ ആലയം?
അത് നമ്മെ സംബന്ധിച്ചോളം യെരൂശലേം ദേവാലയമല്ല, ഈ ശരീരമാണ്. ഇതാണ് ആലയം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ, ഈ ആലയം അശുദ്ധമാക്കരുത്. ഈ ആലയം അശുദ്ധമായി പോയിട്ടുണ്ട്. ഈ ശരീരത്തിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്. ഈ ശരീരത്തിനുള്ളിൽ മനസ്സിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, ഹൃദയത്തിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, ചിന്തയിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, വികാരത്തിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, ആഗ്രഹത്തിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, മോഹങ്ങളിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാഴ്ചപ്പാടിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്, ശരീരത്തിലെ അവയവങ്ങളിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്. ആ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുവീൻ. എന്നാൽ കരഞ്ഞാൽ അടയാളം കിട്ടും. കർത്താവിന് സ്തോത്രം. കരഞ്ഞാൽ നെറ്റിയിൽ അടയാളം കിട്ടും. അടയാളം ഇട്ടതാ ഒരുത്തൻ പോകുന്നു. അവൻ പോകുന്നത് സുവിശേഷത്തിൻ്റെ അടയാളവുമായിട്ടാണ്, സുവിശേഷത്തിൻ്റെ മുദ്രയുമായിട്ടാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. സുവിശേഷത്തിൻ്റെ മുദ്രയുമായി പോകുന്ന, ആ അടയാളവുമായി പോകുന്ന മനുഷ്യൻ നമ്മുടെ നെറ്റിയിൽ അടയാളം ഇടണമെങ്കിൽ സുവിശേഷം നാം വിശ്വസിക്കണം. നമ്മളിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയണം. കർത്താവേ തെറ്റുപറ്റിപ്പോയല്ലോ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ തെറ്റുപറ്റിപ്പോയല്ലോ, തകർന്ന് കരയണം, അനുതാപത്തോടെ കരയണം. തെറ്റുപറ്റിപ്പോയല്ലോ എന്നോർത്ത് കരയണം. എണ്ണി എണ്ണി പറഞ്ഞ് കരയണം. ഓരോ പാവവും ഏറ്റു പറഞ്ഞ് കരയണം. ഓരോന്നോരോന്ന് ചിന്തിച്ച് ഓരോന്നോരോന്ന് ഏറ്റു പറഞ്ഞ് കരയണം. പാപങ്ങളേറ്റ് പറയുമ്പോൾ നിങ്ങൾ ആ പാപത്തിൽ രസിച്ചു പോകരുത്. നേരെ മറിച്ച് നിങ്ങൾ അറപ്പോടെ ആ പാപത്തെ ഏറ്റു പറഞ്ഞ് കരയുക. നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തു ഇതെല്ലാം കണ്ടു, ദിവ്യദർശനങ്ങളെ കണ്ടു. ആത്മാവിൻ്റെ വ്യവസ്ഥതയിൽ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്തോത്രം. ഇന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആത്മാവിൻ്റെ വ്യവസ്ഥത വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കൈ ഉയർത്തും. എനിക്കറിയാം. കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും. എനിക്ക് ആത്മാവിൻ്റെ വ്യവസ്ഥത വേണം, ആത്മനിർവ്വഹം വേണം പറയും. അതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണോ? അതിൻ്റെ വില കൊടുക്കാൻ തയ്യാറാണോ? ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാനുള്ള വില വലുതാണ്. സകലവും ത്യജിച്ച്, തന്നെയും ത്യജിച്ച്, ഇനി എനിക്ക് ഭാവിയിൽ വേറൊരു ആശയില്ല, ആഗ്രഹമില്ല, ലക്ഷ്യമില്ല, ലാക്കില്ല, ഉദ്ദേശമില്ല, ആകെ എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് തീരുമാനം വരുമോ? എന്നാൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ വിശുദ്ധത കിട്ടും. വേറെ എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് എൻ്റെ കടം മാറുന്നതോ എൻ്റെ രോഗം മാറുന്നതോ ഇതെല്ലാം ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നുമല്ല എനിക്ക് വേണ്ടത്. അതൊന്നും കിട്ടിയില്ലെങ്കിലും, കർത്താവേ, വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലും, വിവാഹം നടന്നില്ലെങ്കിലും, മക്കളുണ്ടായില്ലെങ്കിലും, കർത്താവേ, എൻ്റെ ദൈവമേ, ഈ രോഗത്താൽ ഞാൻ ആതുരനായി കഴിയുകയാണെങ്കിലും, കർത്താവേ, ജീവിതത്തിൽ പല പല ക്ലേശങ്ങളിലും ഭാരങ്ങളിലും പ്രശ്നങ്ങളിലുമായിട്ട് നട്ടം തിരിയുകയാണെങ്കിലും, എനിക്കതൊന്നുമല്ല വിഷയം. എനിക്കൊന്നേ ഒന്ന് മാത്രം. കർത്താവേ, എനിക്ക് എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം. ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ആയുഷ്കാലം എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം. എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്ത ആ സ്വർഗീയമായ കാര്യപരിപാടി, എനിക്ക് വേണ്ടി യേശു രക്തം ചിന്തിയ ആ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ പ്രദർശനം അതെൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് യേശുവിന് തിരക്തതകളുടെ കഴുകൽ എനിക്ക് പ്രാപിക്കണം. സ്നേഹിതരെ, നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളതിനെ സമർപ്പിക്കുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുമോ? കർത്താവേ, നിൻ്റെ തിരക്തതാലിനെ കഴുകണമേ. രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എൻ്റെ പാപങ്ങളെല്ലാം മാറ്റിത്തരണമേ. ഇന്ന് നീ എന്നെ കഴുകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളെ ഓർത്ത്, മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുവാൻ ഞാൻ വരുന്നു. ഞാൻ നിതാപത്തോടെ വരുന്നു. എന്നെ നീ രക്ഷിക്കണമേ. എനിക്ക് അടയാളം തരണമേ. എൻ്റെ കർത്താവേ, ആത്മാവിന് നിറവ് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ മക്കളെ അവിടെ തുടരണമേ കർത്താവേ. കുറ്റബോധം നൽകണമേ കർത്താവേ. പാവബോധത്തോടെ കരയുവാനുള്ള കൃപ നൽകണമേ കർത്താവേ. നാഥ, നിൻ്റെ മഹത്വമേറിയ തേജസ്സിൻ്റെ അനുഭവം പ്രാപിപ്പാൻ തക്കണമേ മക്കളെല്ലാവരെയും ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.